ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ട്രിപ്പ് പോവുകയാണ്. ഞങ്ങൾ ഇടുക്കി രാജാക്കാട് ആ ഭാഗത്തൊക്കെയാണ് പോണത്. അപ്പോൾ അവിടെ ഹോം സ്റ്റേ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മളറിയാൻ ആൾ തന്നെയാണ്. അപ്പോൾ അവർ ശരിയാക്കി തന്നിട്ടുണ്ട് 2 വീട് പോലെയായിട്ട്. അപ്പോൾ അവിടേക്കാണ് ഞങ്ങളിപ്പോൾ ഒന്ന് പോണത്. പെട്ടെന്നുണ്ടായ കുറച്ച് ദിവസമായി ഇങ്ങനെ പ്ലാൻ തുടങ്ങിയിട്ട്, പക്ഷേ ഇതിൻ്റെ ഇങ്ങനെ പാക്കിങ്ങോ കാര്യങ്ങളൊന്നും വീഡിയോ ആയിട്ട് എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങുന്നത് തന്നെ. ഞങ്ങളിതപ്പോൾ തൃശ്ശൂർ ഭാഗം എത്തിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് കുറച്ചെടുത്തു. അതിന് ശേഷം പിന്നെ വണ്ടി കയറി ഇവിടെ എത്തിയപ്പോഴാണ് പിന്നെ ഓർമ്മ വന്നത് വീഡിയോ എടുത്തില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ പിന്നെ അങ്ങനെ അത് എടുത്തു മാത്രം. അപ്പോൾ എല്ലാവരും ലഗേജും കാര്യങ്ങളൊക്കെ വണ്ടിയുടെ മുകളിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബിരിയാണി ചെമ്പ്, അത് ഞങ്ങൾ അവിടെ പോയിട്ട് നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ടാക്കി തിന്നാനാണ് പ്ലാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബിരിയാണി ചെമ്പും കാര്യങ്ങളും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിതപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ഭാഗം എത്തിയപ്പോൾ കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു. അവിടെ റോഡ് പണിയുടെ എന്തോ ഒക്കെ ആയിട്ട് കുറച്ച് പണി ഉണ്ടായിരുന്നു. അപ്പോൾ ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ അങ്ങനെ പോയി. അത്യാവശ്യം ഇവിടെ വണ്ടിയുള്ളിൽ കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് വിഷറികൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൈ പിടിച്ചു. കുഴപ്പമില്ല, നല്ല ട്രിപ്പ് തന്നെയായിരുന്നു. എന്താ പറയുക, എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫ്രണ്ട്സും അതുപോലെ തന്നെ അവരുടെ ഫാമിലിയും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ പോയത്. ഇവർ കൂടെ ഞങ്ങൾക്ക് പോകാനങ്ങനെ പറ്റാറില്ല. 2-3 പ്രാവശ്യം ഞങ്ങൾക്ക് അങ്ങനെ പോകാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഓരോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, പനിയായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് വരാറ്. അപ്പോൾ ഇപ്രാവശ്യം പിന്നെ ഞങ്ങൾ പോയിന്ന് മാത്രം, അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് എന്തായാലും പോകാൻ പറ്റാത്തതല്ല. കാരണം ഈ പ്രാവശ്യം അങ്ങനെ പോയി, കുഴപ്പമില്ലാതില്ല. എന്താ പറയുക, ഇടുക്കി രാജാക്കാട് എന്ന് പറയുമ്പോൾ അവിടെ നല്ല അത്യാവശ്യം ഞങ്ങൾ ചൂടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. പക്ഷേ അവിടെ അത്യാവശ്യം തണവും കോട ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വെള്ളത്തിനൊക്കെ അടുത്ത് കുളിക്കാൻ ബാത്റൂമിന് വെള്ളത്തിനൊക്കെ നല്ല തണവ് തന്നെയായിരുന്നു. ഞങ്ങളെല്ലാവരും വെള്ളം ചൂടാക്കിയിട്ടാണ് പിറ്റേ ദിവസം കുളിച്ചത്. അപ്പോൾ അങ്ങനെ എന്തായാലും ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് ഒരു 9 മണി 10 മണിക്കൊക്കെ ഇറങ്ങാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും വന്ന് വരുമ്പോഴേക്കും ഓരോരുത്തർ വരുമ്പോഴേക്കൊക്കെ ഓരോരോ സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത്തിരി നേരം വൈകിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ അങ്ങനെ ഭക്ഷണം കഴിക്കേണ്ട സമയം എല്ലാവർക്കും വിശന്ന് തുടങ്ങി. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തർ ബിരിയാണി അതുപോലെ തന്നെ നാടൻ സദ്യ ഊണ് ഒക്കെയാണ് കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും അവിടുന്ന് ഇറങ്ങി. വീണ്ടും നമ്മുടെ ട്രിപ്പ് തുടർന്നു. പിന്നെ നമ്മൾ പോണ ഭാഗത്ത് കുറച്ചല്ല കുറേ അത്യാവശ്യം കുറേ ഭാഗത്ത് ഇങ്ങനെ കൂടുതൽ വ്യവസായങ്ങളും എന്താ പറയുക, മരം കൊണ്ടുണ്ടാക്കിയ ഊഞ്ഞാലുകളും അതുപോലെ തന്നെ കസാരകൾ, അങ്ങനെ അത്യാവശ്യം എന്താ പറയുക, ആ ഭാഗത്ത് എല്ലാ ഭാഗത്തും എല്ലാ 2 സൈഡിലും ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തിപ്പോൾ കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു. അവിടെ റോഡിൻ്റെ പണി സൈഡിൽ നടക്കുന്ന കാരണം തോന്നുന്നു അത്യാവശ്യം അങ്ങനെ
പറഞ്ഞാൽ അത്ര നേരം നിന്നില്ല, എന്നാലും കുറച്ച് നേരമൊക്കെ നിൽക്കേണ്ടി വരുന്നു. പിന്നെ അതുപോലെ തന്നെ മാത്രമല്ല മഴക്കാറും ഉണ്ടായിരുന്നു. എവിടേക്കോ അപ്പോൾ മഴ പെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു മഴക്കാറുകൾ ചെറുതായിട്ട് കാണാനുണ്ട്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ അത്യാവശ്യം ബ്ലോക്കാണ്. അങ്ങനെ ഞങ്ങൾ കാട് കയറിയിട്ടുണ്ട്. അതുപോലെ ചുരം ഞങ്ങൾ ചുരമെല്ലാം കയറി വന്നു. കാടും ചുരം കൂടെ എല്ലാം കയറി വന്നതിന് ശേഷം നമ്മൾ അടിമാലി ഭാഗത്തെത്തിയപ്പോൾ ചായ കുടിക്കാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ കയറി ചായ ഓരോരുത്തർ ചായ, അതുപോലെ തന്നെ കട്ടൻ ചായ, അങ്ങനെ പലരും പല എന്താ പറയുക പലതും ഓർഡർ ചെയ്തിട്ട് അങ്ങനെ ചായ കുടിച്ച് ശേഷം ഞങ്ങൾ പിന്നെ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണ്ടായിരുന്നു. ബിരിയാണി, നെയ്ച്ചോറ് ഉണ്ടാക്കണം. അപ്പോൾ അതിലേക്ക് ചിക്കൻ കറി ഉണ്ടാക്കി ചിക്കനും അതുപോലെ തന്നെ സവോള, തക്കാളി അങ്ങനെയുള്ള എല്ലാം മേടിച്ചിട്ട് ഞങ്ങൾ പിന്നെ അവിടുന്ന് തിരിച്ച് നമ്മൾ നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവാണ്. അപ്പോഴേക്കും അത്യാവശ്യം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അധികം പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബാക്കി വീഡിയോ നമുക്ക് നാളെ കാണാം. അപ്പോൾ അതുവരെ ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ഇന്നത്തെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നാളെ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഇതിൻ്റെ ബാക്കി അതുവരെ എല്ലാവർക്കും താങ്ക് യു.